പെരിന്തൽമണ്ണ അരക്കുപറമ്പിലെ കൊലപാതകം പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ രോഷം. ഇവൻ ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന നാട്ടുകാർ. ഉറങ്ങിക്കിടന്ന ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ പ്രതിയുമായി സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. അവിടെ ജനങ്ങൾ കൂടിക്കണു. അപ്പോൾ ചെന്നപ്പോൾ ഇതിനെ കൊടുന്ന് ഇങ്ങനെ ഇരുത്തിക്കണു. ഇതിനെങ്ങനെ ഇരുത്തിയേക്ക് കണ്ടേക്ക് ഞങ്ങൾ തുള്ളി വെള്ളം വേണമെന്ന് അറിഞ്ഞത് കൊടുത്തു. അപ്പോഴേക്കിനും അവിടെ ആൾക്കാർ കുറേ കൂടിക്കണു. അവിടെ കുറേ പണിക്കാരുണ്ട്, ഇവിടെ കുറേ പിന്നെ ആൾക്കാർ വള്ളത്തിന് വന്നു പറ്റിയൊക്കെ കൂടിക്കണു. അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോഴാണ് ഞാൻ അതെന്താ ഏതാന്ന് നമ്മളെ പെരാക്കുണ്ടില്ല, നമുക്ക് നമ്മൾ പറ്റിയിട്ടൊന്നും അറിയില്ല. ഓടി വന്നപ്പോഴേക്കിനും ഇവിടെ കുറേ ആളുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താട്ടി മേലും ഇങ്ങനെ ഒരു തുണി ഇട്ട് കൊടുത്തു. മേലും ഒന്നുമില്ല. അവർ തുണി കൊടുന്ന് കടത്തി കൊടുത്തു. കടക്കാനൊന്നും ഇനി വൈജാകെ വെന്തുക്കണു. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിത് കൊടുത്ത് വെള്ളം കുടിച്ചാൻ കൊടുത്തു. ആംബുലൻസ് വന്നു കൊണ്ടുപോയി. ഇത്രയും ഞമ്മക്കറിയുള്ളൂ, വേറെ ഒരു പരിപാടിയും അറിയില്ല. പൊള്ളൽ നല്ലോണം ഏറ്റുക്കണു. എല്ലായിടവും പൊള്ളൽ ഏറ്റുക്കണു. പറഞ്ഞു എൻ്റെ കുട്ടീനെ ഇവിടെ ഇടരുത്, എൻ്റെ കുട്ടീനെ വണ്ടി കയറ്റി. ഇത് ഞങ്ങളോട് പറഞ്ഞു. ഞാൻ ശരിക്ക് കേട്ടു. ഒരു കുട്ടിയുണ്ട്, കുട്ടി ആ ഒരു വകക്ക് ഇവള് ഞങ്ങളോട് പറഞ്ഞു. പിന്നെ പറഞ്ഞു പച്ചവെള്ളം ഞങ്ങൾ കൊടുത്തേക്ക്. പച്ചവെള്ളത്തിൻ്റെ പള്ളയുടെ ഉള്ളിൽ വേഗമാണ് തുള്ളി ഐസും കട്ടട്ട വെള്ളം തരീന്ന് പറഞ്ഞു. നമുക്ക് പറയാൻ തന്നെ അന്തല്ലട്ടില് ആ കോലത്തിലാണ്. അങ്ങനെ നമ്മൾ കണ്ടു. അത്രയേ ഉള്ളൂ. ഈ കുട്ടി മുണ്ടി ഞങ്ങളോട് ചെവിക്ക് നമുക്ക് കേൾക്കുള്ളൂ. അങ്ങനെ പുറല്ലോലിക്ക് കേൾക്കില്ല. 2-3 ആളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇരുത്തിക്കുകയാണ്. അപ്പം ഞാനും ഇങ്ങനെ പിടിച്ചിട്ട് അപ്പം മേക്സിയൊക്കെ കത്തിപ്പോയപ്പോൾ മേക്സി മാറ്റിയാന്ന് പറഞ്ഞേക്ക്. മേക്സി മാറ്റണ്ടിട്ടില്ലേ, ചാക ബന്ധുക്കണ് നീറുകയാണ് എന്ന് പറഞ്ഞു ഈ കുട്ടി. അതൊക്കെ നമുക്ക് ശരിക്കും കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ബന്ധുക്കണ്, ഈ കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക തലയും താത്തിയിട്ട്. ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് ശബ്ദം കേട്ടിട്ട് ഓടി വന്നതാണ്. ഓടി വന്നപ്പോൾ ഈ കുട്ടി തൊള്ളടിന് കേട്ടിട്ട് ഓടി വന്നപ്പോൾ മുറ്റത്തേക്ക് ഇവരെ ഈ മതിൽ ചാടി ഓടി വന്നപ്പോൾ ഈ കുട്ടി ഓടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്നെ തീയിട്ടിക്കുകയാണ്, മണ്ണെണ്ണ പറഞ്ഞ് കാക്കു തീയിട്ടിക്കുകയാണ് കാരണം. അത് മാത്രമേ പറഞ്ഞത് അവിടുന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആകെ കത്തിയിരുന്നു. അതൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കിടക്കുകയും ചെയ്തു. വെള്ളം കൊണ്ടുപോയിക്കാണ്ട് പിന്നെ ഓസ് കുടിച്ചിട്ട് അടിച്ചു. നല്ല കത്തിയിരുന്നു. ബെഡൊക്കെ ആകെ കത്തിയിരുന്നു. അങ്ങനെയാണ് അത് ചെയ്തത്. ആ ഡ്രസ്സൊക്കെ കത്തിയിരുന്നു. ആകെ പൊള്ളലേറ്റു. അങ്ങനെ ഓടി വന്ന് പുറത്തേക്ക് ചാടിക്കാണ്. പിന്നെ ഡോറ് തുറന്നിട്ട് അപ്പോഴാണ് ഞാൻ അവിടുന്ന് ഓടി വന്നത്. എന്താ എനിക്ക് പറ്റിയെന്ന് വെച്ചപ്പോൾ അങ്ങനെ കാക്കു മണ്ണെണ്ണ പറഞ്ഞ് തീയിട്ടിക്കുകയാണ് എന്ന് പറഞ്ഞു. ആംബുലൻസ് വന്നിട്ടാണ് കൊണ്ടുപോയത്. അല്ലാതെ അതുവരെ കൊണ്ടുപോകാൻ പറ്റില്ല. എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല. അതുകൊണ്ടാണ് എടുത്ത് കൊണ്ടുപോകാൻ. പിന്നെ ആംബുലൻസ് വരുന്ന ടൈം മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ. പിന്നെ ഉടനെ കൊണ്ടുപോവുകയും ചെയ്തു. നല്ല പൊള്ളലുണ്ടായിരുന്നു. നല്ല പൊള്ളലിൻ്റെ ദേഹം ആകെ പൊള്ളിക്കും. എവിടെയും തൊടാനായി ചെയ്യുന്നില്ല. ഞാൻ അവിടെ കയ്യുമ്പോൾ പിടിച്ചവരവിടെ ഇരുത്തിയത് ഞാനാണ്. എന്നിട്ട് പിന്നെ ആംബുലൻസ് വന്ന് സ്ട്രെച്ചറിൽ വെച്ചിട്ടാണ് ഇവിടുന്ന് ആംബുലൻസ് കൊണ്ടുപോയത്. പെരിന്തൽമണ്ണ അരക്കുപറമ്പിൽ ഭർത്താവ് ഭാര്യയുടെ മേൽ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഭർത്താവ് മുൻഷാദിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഭാര്യയുടെ മേൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. സംഭവത്തിൽ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി ഇന്ന് മരണപ്പെടുകയായിരുന്നു. പ്രതിയുമായി പോലീസും മലപ്പുറത്തു നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി 2 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പാണ് നടത്തിയത്. തെളിവെടുപ്പിനായി കൊണ്ടുവന്ന പ്രതിയെ കണ്ടതോടെ സ്ത്രീകളടക്കമുള്ളവർ രോഷാകുലരായി. മരണപ്പെട്ട 25-കാരിയായ ഷഫ്നയും പ്രതിയായ ഭർത്താവ് മുൻഷാദും വൈവാഹിക ജീവിതമാരംഭിച്ചിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു. രണ്ടുപേരുടെയും ആദ്യ വിവാഹത്തിലുള്ള കുട്ടികളും മുൻഷാദിന്റെ രക്ഷിതാക്കളും മുൻഷാദും ഷഫ്നയുമാണ് അരക്കുപറമ്പിലെ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ വീട്ടിലില്ലായിരുന്നു. കുടുംബവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket. Exceeding expectations. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.